ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകുന്നു കേട്ടോ, നമ്മുടെ ലാസ്റ്റ് ബെൻസിൻ്റെ വീഡിയോ ആയിരിക്കും അതെന്നുള്ളൊരു കാര്യം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു വണ്ടിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോടുള്ള 999 ഓട്ടോമോട്ടീവിലാണ്. എവിടെ നിങ്ങളുടെ ബോർഡ് അവിടെ പുറത്തിറങ്ങി കാണിക്കേണ്ടി വരില്ലേ? വണ്ടി അതിനുണ്ട് ബ്രോ, മൊത്തം സെറ്റ് അല്ലേ? ഇനി നമ്മുടെ പണി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലാവും. ഉറപ്പല്ലേ? വേറെ ലെവലാക്കി തരണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഇവരുടെ ഷോറൂം എന്ന് പറയുന്നത് കേട്ടോ. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ BM-ന്റെ കംപ്ലീറ്റ്ലി കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ ഒരു ഷോറൂമിലാണ് അല്ലേ? BM നിങ്ങൾ എനിക്ക് അടിപൊളിയാക്കി തന്നു, പെയിന്റിങ് കാര്യങ്ങളൊക്കെ വേറെ ലെവലാക്കി. അതേപോലെ തന്നെ പെൻസിനാക്കി തരുന്ന പറയണത്. ഇത് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ ഇവിടെ പെയിന്റ് ചെയ്തതാണ് കേട്ടോ. ഇത് പെയിന്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കോഴിക്കോട് വന്നിട്ടാണ് കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ കയറിയത്. കുറച്ച് വർക്കുകളും കൂടി ഉണ്ട്. അത് വാറന്റിയിൽ ചെയ്യാമല്ലോ നമുക്ക്. ഈ പറഞ്ഞ പോലെ തന്നെ ടോട്ടോളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് 5 വർഷമല്ലേ നമ്മൾ വാറന്റി പറഞ്ഞ? ഇപ്പൊ ചെയ്യാൻ പോണതോ ഏകദേശം 5 വർഷം ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഏത് കളർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാ കളറും ചേരില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇതേപോലത്തെ ഒരു കളർ അടിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ കളിയാക്കുക ആൾക്കാർ. ഓക്കെ, അപ്പൊ എന്റെ മൈൻഡിലുള്ള ഒരു കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വിചാരിച്ചത് ഗ്ലോസി ബ്ലാക്ക് അല്ലെങ്കിൽ മാറ്റ് ബ്ലാക്ക്, മാറ്റ് ഗ്രേ. പിന്നെ വന്നൊരു സംഭവമാണ് ക്യാൻഡി റെഡ്. ഇതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരുടെ വണ്ടിയാണെന്ന് തോന്നണം. അന്ന് വെച്ചാൽ പിള്ളേരും സ്പോർട്ടി ആക്കണം. ഫ്രണ്ടും ബാക്കും കിറ്റ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ചെയ്യാൻ പോണ ആദ്യത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാ. അപ്പൊ ഈ ബമ്പർ മാറിനോടുകൂടി കംപ്ലീറ്റ് വെക്കോളൂ, എല്ലാം സെറ്റ് ആയിക്കോളൂ. കുറെ വ്യത്യാസങ്ങൾ വരില്ല ബാക്കിൽ. ബാക്ക് സൈഡിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നതാണ് ശരിക്കും പറയണത്. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലും AMG-യുടെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഗ്രില്ലിൽ അധികം വ്യത്യാസങ്ങളില്ല അല്ലേ? ശരിക്കും അറിയണവർക്കാണ് മനസ്സിലാവുള്ളൂ. ചെറിയ ചെറിയ ചേഞ്ചസ് അല്ലേ വരാം. ഈ ഹെഡ്ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ മാറുന്നില്ല. അതിന് അത്യാവശ്യം നല്ല റേറ്റ് വേണ്ടിയില്ല കിറ്റിന്. പക്ഷെ അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 24 വണ്ടിയുടെ കിറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഏത് വണ്ടിയിലാണെങ്കിൽ ഇവരൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ ഫേസ് ലിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അതായത് പഴയ മോഡൽ വണ്ടികളെ പുതിയതിനായിട്ട് ലുക്കാക്കി കൊടുക്കാം അല്ലേ? എങ്ങനെ പറ്റുന്നത്? ഇപ്പൊ അങ്ങനെ നമുക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഫ്രണ്ട് ബമ്പർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവട്ടെ. അതായത് ഈ നമ്പർ പ്ലേറ്റ് വരെ ഇവിടെ നിന്ന് മാറ്റുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ള പെയിന്റ് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല കേട്ടോ. അതെന്തായാലും ഡെലിവറി ടൈമിൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കിളിപ്പച്ച കിളിമഞ്ഞ സാധനം ഒന്നും ആവില്ല അല്ലേ? അതൊക്കെ ഇവർ ഭംഗിയായിട്ട് ചെയ്തു തരുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ മിററിന്റെ കളർ മാറ്റുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ക്രോമിയം ഭാഗങ്ങൾ കംപ്ലീറ്റ്ലി നമ്മൾ ഗ്ലോസി ബ്ലാക്ക് അടിച്ച് ഭംഗിയാക്കാം. അതേപോലെ തന്നെ ബ്രോ നിങ്ങൾ ഇന്റീരിയർ വർക്കുകൾ ചെയ്യണില്ലേ? എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ സീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി ലെതറിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇത് അത്യാവശ്യം നല്ല പ്രീമിയം ലെതർ വന്നേക്കണത്. ഈ ഒരു ഭാഗം ചേഞ്ച് ചെയ്ത് തരില്ലേ? ഈ ഒരു ഇന്റീരിയറിൽ ആകെ കൂടെ ഒരു പ്രശ്നമായി വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ സീറ്റിന്റെ ഈ ഒരു ഭാഗം ചെറുതായിട്ട് പോയിട്ടുണ്ട്. അത് ഇറങ്ങുമ്പോൾ അറിഞ്ഞു പോയിട്ടില്ലാവൂലേ? അത് നോർമലി വരുന്നത് വരുന്നുണ്ട് അല്ലേ? അപ്പൊ അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഈ വർക്കുകളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ BM-ന്റെ സീറ്റ് വർക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ഇവിടെ നിന്നാണ് ശരിക്കും ചെയ്തേക്കണത്. ഈ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ഇവര് നമുക്ക് ചെയ്തു തരാം അല്ലേ? ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവുന്നുണ്ടല്ലേ? മാക്സിമം ഇല്ലാണ്ട് എനിക്കൊന്നും സെറ്റ് ആക്കിയിരുന്നോ? ഓക്കെ, ബാക്കി എല്ലാം കൊണ്ട് എനിക്ക് ഇന്റീരിയറിൽ വേറെ പണികളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ടാണ് ശരിക്കും കിടക്കുന്നത്. പിന്നെ AMG കിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു ലിപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? സ്പോയിലർ അത് നിങ്ങളുടെ ഉണ്ട്, ചെറിയൊരു ലിപ് സ്പോയിലർ. പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. 20 ദിവസം കൊണ്ട് തീർത്തിരുന്ന പറയണത്. 20 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ? നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ നമ്മുടെ പുതിയ അക്സറീസ് ഒക്കെ? ഗൈസ്, നമ്മുടെ കോഴിക്കോട് പുതിയ NH-ന്റെ തൊട്ട് സൈഡിലാണല്ലേ നമ്മുടെ ഷോറൂം. സൈബർ പാർക്കിന്റെ നേരെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ ഷോറൂമും കാര്യങ്ങളൊക്കെ കാണാം. അല്ല, ഈ മുതല് ഇതെന്താ ഇത് നിങ്ങളുടെ വർക്കിന് വന്ന ഇത് പുതിയ മോഡൽ എക്സാണല്ലേ? സൈഡ് സ്റ്റെപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാൻ പറ്റുമോ? ഓ, ഇത് ഇങ്ങനത്തെ വണ്ടികളൊക്കെയാണ് ഇവിടെ കൂടുതൽ വർക്കിന് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഫേസ് ലിഫ്റ്റിന് വന്നിട്ടുള്ള ഒരു 3 സീരീസ് കാണിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ 3 സീരീസിന് ഇങ്ങനെയല്ല ശരിക്കും കാണുന്നത്. പക്ഷെ ഇതിന്റെ കംപ്ലീറ്റ്ലി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റാണെങ്കിൽ എന്റെ ഡെലിവറി വീഡിയോയിൽ ഈ ഒരു വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇവരിതിനെ വേറെ ലെവലാക്കി എടുക്കുന്നതാണ് ശരിക്കും പറയണല്ലേ? ഇത് പെയിന്റിങ് മാത്രമല്ലോ, ഫുൾ ബോഡി കിറ്റ് എല്ലാ പണിയുണ്ടല്ലേ? ഇതൊന്ന് കാണിച്ചു തരാം എനിക്ക് സൈഡ് സ്റ്റെപ്പ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കാലിപ്പറും നമുക്ക് പെയിന്റ് അടിക്കണം നമ്മുടെ വണ്ടിയുടെ. ഓ, അതായത് G-Wagonലൊക്കെ വരണ പോലെ. ഇത് നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താണോ? ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് വരും. ഓ, ഇത് നമുക്ക് എല്ലാ വണ്ടികളും ചെയ്യാൻ പറ്റില്ലേ? അതേപോലെ തന്നെ PPF-ഉം സെറാമിക് അത്തരത്തിലുള്ള എല്ലാ പെയിന്റ് പ്രൊട്ടക്ഷൻ സംബന്ധിച്ചുള്ള പരിപാടികൾ ഇവർക്കുണ്ട്. വല്ലാത്തൊരു തിളക്കം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ PPF ചെയ്തിട്ടുണ്ടല്ലേ? അതാണല്ലോ ഒരു പ്രത്യേക തിളക്കം, ഒരു വെള്ളം നനഞ്ഞിരിക്കണ പോലത്തെ ഒരു പ്രതീതി. ഓ, എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഇതും ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാറാണല്ലേ? ഇത് ഏത് ഇയർ? 2010. 14 വർഷം പഴക്കമുള്ള ഒരു കാറാണല്ലേ?
ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇടയിൽ പറഞ്ഞത്. ഇതേപോലത്തെ പരിപാടികളാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യണത് അല്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ 22 വണ്ടി പോലെ ഉണ്ട്. മീൻസ് അധികം പഴക്കൊന്നുമില്ല. ഓ, ഇതേപോലെ കൺവേർട്ടിംഗ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടികൾ. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇമാതിരി ആക്സറീസ് ആണ് ഇവിടെ കംപ്ലീറ്റ്ലി. നിങ്ങൾ അലോയ്സിന്റെ എല്ലാ കളക്ഷൻ ഉണ്ടെന്നുണ്ടല്ലേ? ഓ, ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡഡ് അലോയ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് ബെൻസ്, BMW, പോർഷെ പോലുള്ള വണ്ടികൾക്ക് കൂടുതലൊന്നുണ്ടല്ലേ? ആർക്കാണ് എത്തിച്ചു കൊടുക്കാം. കൂടുതൽ പ്രീമിയം വണ്ടികളാണെന്നുണ്ടല്ലേ ഇവിടെ വരുന്നത്? ആ, നമുക്ക് വണ്ടിയുടെ ഇത് ലോവർ ചെയ്യാൻ പറ്റും. സ്പ്രിങ്ങോളും വരുന്നുണ്ട്. ഇതൊക്കെ ഏതിനാ ശരിക്കും? നമ്മുടെ വണ്ടി എന്തായാലും ലോവർ ചെയ്യണം. അതാ പിന്നീട് ആലോചിക്കല്ലേ? നമുക്ക് പെയിന്റ് അടിച്ചിട്ട് എങ്ങനെ ഭംഗി നോക്കിട്ടെ. അതേപോലെ അത്തരത്തിലുള്ള ആക്സറീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ശരിക്കും ഇവിടെ ഉള്ളത്. ആംബ്രസ്റ്റ്, അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഒരു കാറിലേക്ക് വേണ്ട എല്ലാവിധ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാം. ഇതൊക്കെ ശരിക്കും മിനി കൂപ്പറിന്റെ തന്നെ അല്ലേ? ഓ, ഇവിടെ ഒക്കെ അത്തരത്തിലുള്ള ആക്സറീസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഉണ്ടോ നിങ്ങളുടെ? ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇത് ബെൻസിന്റെ അതായത് പഴയ മോഡൽ ബെൻസിന്റെ പുതിയ ഹെഡ്ലൈറ്റ് നമുക്ക് വയ്ക്കാം. ഓ, ഹെഡ്ലൈറ്റ് മാത്രമായിട്ട് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ആക്സറീസ് ആണ്. ഇവിടെ എന്താ കുറേ കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് പ്രീമിയം കാറുകളുടെ ആക്സറീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ നോക്കിയേ, മെയ്ബാക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? അതായത് പഴയ മോഡൽ എസ് ക്ലാസ്, പുതിയ മോഡൽ പിന്നെ GLS കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ പണ്ടത്തെ മോഡൽ എസ് ക്ലാസ് ഒക്കെ പുതിയ കിറ്റ് ആയിട്ടാണ് പറയുന്നത്. അതൊക്കെ നടക്കില്ല ഇവിടെ. അപ്പോൾ നിങ്ങളുണ്ടല്ലോ പരിപാടി അടിപൊളി. ഇപ്പൊ അത്തരത്തിലുള്ള ആക്സറീസ് ഒക്കെയാണ് കേട്ടോ അവിടെ. നമുക്ക് ലോഗോസ് കുറച്ച് വേണം, അതായത് നമ്മുടെ വീലിന് വേണ്ടിയിട്ട്. അതൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തില്ലേ? ഓക്കെ, ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബെൻസിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ കാണിച്ച പോലത്തെ അല്ലേ? ഓ, നിങ്ങളുടെ വണ്ടിക്ക് ഹൈറ്റ് കൂടുതലാണ്, നിങ്ങളുടെ വീട്ടുകാർക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർച്യൂണറിനൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാ വണ്ടിക്കും ചെയ്യാം. ഓട്ടോമാറ്റിക് കാര്യങ്ങളെല്ലാം എല്ലാ വണ്ടിയിലും ചെയ്യാം. ചെറിയ വണ്ടി മുതലെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ മോഡിഫൈ ചെയ്ത് മറ്റേ മോൺസ്റ്റർ ട്രക്ക് ഒക്കെ ആക്കിയ വണ്ടിയിൽ ഈസി ആയിട്ട് ചെയ്യാല്ലേ? ഓക്കെ, ഇത് നമ്മുടെ വണ്ടിയുടെ കിറ്റ് ആണോ? പഴയ മോഡൽ അല്ലേ? ഓ, ഇനിയിപ്പോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽ. ഓക്കെ, അങ്ങനെയുള്ള കിറ്റുകളുടെ ഒരു സെക്ഷൻ ആണ് കേട്ടോ. ഇതൊക്കെ ഗ്രില്ലുകളാണ്. ഇത് BMW, അതേപോലെ തന്നെ AMG കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബെൻസിന് പറ്റിയിട്ടുള്ള മോഡൽസ്. പിന്നെ BMW വരുന്നുണ്ട്. ഓഹോ, അത്തരത്തിലുള്ള ഗ്രില്ലുകളാണ് കേട്ടോ, ഫ്രണ്ട് ഗ്രില്ലുകൾ. നമ്മുടെ ഗ്രില്ല് ഏകദേശം ഇതേപോലെ ഇരിക്കില്ല, പക്ഷെ AMGക്ക് 2 ലെയർ വരുന്നതുകൊണ്ട് ഒരു ലൈനും കൂടി ഉണ്ടാവും, വലിയ ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പോയിലർ കേട്ടോ. ഇതേപോലെ നമ്മുടെ ഗ്ലോസി ബ്ലാക്ക് ആണോ അതേപോലെ തന്നെ ഇതാണോ ചെയ്യാ? ഗ്ലോസി ആയിരിക്കും ഭംഗിയില്ലേ? ഓ, അത്തരത്തിലുള്ള സ്പോയിലറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊന്നല്ല നമുക്ക് കാണേണ്ടത്. ഇതെന്ത് സീറ്റ് ഇങ്ങനെ വെച്ചാൽ ഓ ചെയ്തതാണ്, നമുക്ക് ലെതർ ചെയ്യാം. എല്ലാ പരിപാടിയും. ഓ, അത്തരത്തിൽ നമുക്ക് ഇരുന്ന് നോക്കിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സീറ്റുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പോർഷയുടെ ഗ്രില്ലൊക്കെ ഉണ്ട്. പനമേര ഇപ്പോൾ പുതിയ കൺവേർട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? എല്ലാം ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലുള്ള പ്രീമിയം കാറുകളുടെ ഗ്രില്ലാണ് കേട്ടോ. ഇതിലും നമ്മുടെ ഗ്രില്ലില്ല അല്ലേ? ഇതേപോലെയൊക്കെ ഇരിക്കും ഏകദേശം. ഏകദേശം ഇതിനായിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവില്ല. ഓ, അതേപോലെ തന്നെ ഇതൊക്കെ അലോയ്സ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനി ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള എക്സസ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യണം. ഈ ഒരു ഷോപ്പിലാണ് നമ്മുടെ ബെൻസിനെ നമ്മൾ ഏൽപ്പിക്കാൻ വേണ്ടി പോണത്. ഏകദേശം ഒരു 20 ദിവസം അല്ലേ? 20 ദിവസത്തിനുള്ള ഫുള്ള് സെറ്റ് ആക്കി തരും. അപ്പൊ എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മുടെ BM പോലെ തന്നെ ഫാൻസ് കയറും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്ര അധികം ഫാൻസ് ഉള്ള ഒരു BM അധികം ഇല്ലാന്നുണ്ട്. മീൻസ് ഈ ഒരു കളറിനോട് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ കുറെ വണ്ടികൾ കളറിൽ ഇറങ്ങി തുടങ്ങി. പുതിയത് ജിമ്മി പല വണ്ടികൾ ഇറങ്ങി തുടങ്ങി. ആദ്യം ഫുള്ള് വെള്ളിമുങ്ങിയായിരുന്നു, പക്ഷെ വെള്ളിമുങ്ങയുടെ കളർ ഇങ്ങനെയല്ല കേട്ടാ. ഈ വണ്ടിയും അതേപോലെ ആക്കണം. നമുക്ക് കുറെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിട്ട് ഈ കളർ അടിക്കണം. വേറെ ലെവലാക്കിയതല്ലേ? അപ്പൊ നിങ്ങൾ എന്തായാലും അവസാനമായിട്ട് നമ്മുടെ മുതലിനെ കണ്ടോട്ടാ. ഇത് കംപ്ലീറ്റ്ലി മാറ്റാൻ പോവാണ്. അതായത് ബോണറ്റ് കണ്ടോ, അതേപോലെ മിറർ, വണ്ടിയുടെ റൂഫ്, സൈഡ്, ബാക്കിലത്തെ ലുക്ക് ഈ ഒരു തരത്തിലാണ്. ഇത് കംപ്ലീറ്റ്ലി ഇവർ ചേഞ്ച് ചെയ്ത് തരുന്നതാണ് ശരിക്കും പറഞ്ഞത്. ഏകദേശം എന്തായാലും നമുക്ക് കുറച്ചാൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഇതൊക്കെയാണ് ശരിക്കും ഇന്റീരിയർ എന്ന് പറയുന്നത്. അടിപൊളിയാക്കി തരുന്നതാണ് ശരിക്കും പറഞ്ഞേക്കുന്നത് ബ്രോ. അതേപോലെ തന്നെ കുറച്ച് സ്ക്രാച്ചുകളുണ്ട്. ഓക്കെ, അത് കണ്ടില്ല, അത് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അത് നമുക്ക് പുട്ടിയിട്ടിട്ടല്ല, നമുക്കത് വലിച്ചെടുത്തിട്ട് അടിക്കാൻ പറ്റില്ല. ഡെന്റ് നിവർത്തിട്ട് അടിക്കാൻ പറ്റണല്ലേ, അല്ലാണ്ട് ഇപ്പൊ പുട്ടിട്ട് വരുന്നല്ലോ. ചെറിയൊരു ചളക്കുണ്ട് കേട്ടോ ശരിക്കും ഉള്ളിലേക്ക്. ഇതൊക്കെ ക്ലിയർ ആക്കി തരുന്നതാണ് ശരിക്കും പറയണല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബാക്ക് സീറ്റും ഡോർ പാഡും ഒന്നും ചെയ്യണ്ടല്ലേ, എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ബാക്കിലൊരു സ്പോയിലറും കൂടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒന്ന് നോക്കാം അല്ലേ? ഇനി ഒന്ന് C ക്ലാസ് ഫസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഫുള്ള് കൺവേർട്ട് ചെയ്ത് ഇറക്കാൻ വേണ്ടി പോകണല്ലേ. വേറെ എവിടെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ, ഇൻസ്റ്റാഗ്രാമിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ നമുക്ക് വേറെ ലെവല്. ഇതൊക്കെ വേറെ ലെവലൊക്കെ ഗ്ലോസി ബ്ലാക്ക് അടിച്ചാൽ വൃത്തിയല്ലേ. ഇതും അങ്ങനെ ആക്കിക്കോ. ഓക്കെ, വണ്ടി കണ്ടേതാന്ന് മനസ്സിലാവരുത്. അല്ല അങ്ങനെയല്ല, ലുക്കാണോ നോർമൽ വണ്ടികൾ പോലെ ആവരുത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പ്ലാനുകളായിട്ട് നമ്മളതേ വണ്ടി ഇവിടെ കൊടുത്തേൽപ്പിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പൊ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ച് അവസാനമാണ് നമ്മൾ കൊടുക്കുന്നത്. ഏപ്രിലിൽ പകുതി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും.
അടിപൊളിയാക്കി തരും. അലോയ്സിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അലോയ്സ് നമ്മൾ മാറുന്നുണ്ട്, പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട മോഡൽ വരാൻ കുറച്ച് ടൈം എടുക്കും. ഇവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാണ്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ പോലെ ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇത് ലെവലായിരിക്കും വണ്ടി എന്നുള്ളൊരു കാര്യം. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം മാറ്റാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇത്തിരി സൈസ് കുറവുണ്ട്. അതേപോലെ സ്റ്റിയറിംഗ് വീലും ഇതൊക്കെ നമുക്ക് ഭാവിയിലേക്ക് വെക്കാല്ലേ. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പണിയെടുത്ത് മരിക്കും. പൈസ വേണ്ട ഇതിനൊക്കെ. പിന്നെ ഇവിടുത്തെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് അന്വേഷിച്ചപ്പോൾ വലിയ വ്യത്യാസങ്ങളില്ല. മീൻസ് ഇവരിലാണ് റേറ്റ് കുറവ്, ഒരുപാട് ഓവറായിട്ടില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം മാറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. പക്ഷെ അതെന്തായാലും ഞാൻ സെപ്പറേറ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും വണ്ടി ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകാൻ വേണ്ടി പോവാണ്. ബ്രോ പൊന്നു പോലെ നോക്കിക്കോളോ, വേറെ ലെവലാക്കി തരണം. ഓക്കെ ശരി കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ബെൻസിൻ്റെ മോഡിഫിക്കേഷൻ പ്ലാൻസിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വണ്ടീനെ നമുക്ക് ഈ ഒരു ലുക്കിൽ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും 15-16 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ. ഇതിനിടയിൽ എന്തെങ്കിലും ഞാൻ ഇടും. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് മൊത്തത്തിലുള്ള ബെൻസിൻ്റെ പുതിയ ലുക്കിനെ കാണാം.